റോമില് കൊളോസിയം എന്ന് പറയുന്ന വലിയൊരു നിർമ്മിതിയുണ്ട്. പണ്ട് ചക്രവർത്തിമാരുടെ കാലത്ത് ആദിമ നൂറ്റാണ്ടിൽ പണി പൂർത്തിയാക്കി 50,000 ആളുകളെ ഇതിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കാനായിട്ട് കഴിയും. പല തട്ടുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. റൗണ്ടിലാണ് ആംഫി തിയേറ്റർ എന്നാണ് പറയുന്നത്. ഇന്ന് അത് കുറച്ച് തകർച്ചയൊക്കെ വന്നെങ്കിലും അത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നിരവധി ആളുകൾ, റോം സന്ദർശിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും കാണുന്ന ഒന്നാണ് ഈ കൊളോസിയം എന്ന് പറയുന്നത്. ഈ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ വിനോദത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. അന്നത്തെ വിനോദം ഇന്നത്തെ പന്തുകളിയൊന്നും ആയിരുന്നില്ല. വന്യമൃഗങ്ങൾ തമ്മിൽ ഉള്ള മല്ലയുദ്ധം, അതുപോലെ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള മല്ലയുദ്ധം, ഇതൊക്കെയായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഇരകൾ ക്രിസ്ത്യാനികളായിരുന്നു. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് പിടിക്കപ്പെടുന്നവരെ പട്ടിക്കിടുന്ന സിംഹത്തിന് മുമ്പിലേക്ക് വിടുകയാണ്. അപ്പോൾ സിംഹം മനുഷ്യനെ കടിച്ചു കയറി തിന്നുന്നത് കണ്ടുകൊണ്ട് കൈകൊട്ടി ആഹ്ലാദിക്കുന്ന അങ്ങനെയുള്ള മൃഗീയമായിട്ടുള്ള ഒരു ആഹ്ലാദമാണ് അന്നത്തെ ജനതയ്ക്കുണ്ടായിരുന്നത്. ഒന്നുകിൽ വന്യമൃഗങ്ങൾ തമ്മിൽ, ഇല്ലെങ്കിൽ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ഇങ്ങനെ കടിച്ചു കയറി രക്തം ചിന്തി മരിക്കുന്നത് കണ്ടുകൊണ്ട്, അങ്ങനെയുള്ള അധമമായിട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ട് കൈകൊട്ടി ചിരിക്കുകയും ആഹ്ലാദിക്കുകയും സംതൃപ്തി അടയുകയും ചെയ്യുന്ന വിനോദമാണ് ഇന്നത്തെ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ഈ തിയേറ്ററിൽ നടന്നിട്ടുള്ളത്. ആ തിയേറ്റർ ഇന്നും കാപ്പു സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രവേശിച്ച് പണം കൊടുത്ത് കാണാനായിട്ട് പറ്റും. അത് വളരെ വലിപ്പമുള്ളതാണ്. സർക്കിളിലാണ്. അതുകൊണ്ട് റൗണ്ടായിട്ടത് ചുറ്റിക്കറങ്ങനെ തന്നെ കുറേ സമയമെടുക്കും. അത്രയും വലിപ്പമുള്ള 50,000 ആളുകളെ ഉൾക്കൊള്ളാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മതപീഡനത്തിൻ്റെയും മൃഗവിനോദത്തിൻ്റെയും ഒക്കെ ഒരു സ്മാരകമായിട്ടാണ് ഇന്നും അത് റോമിൽ നിലകൊള്ളുന്നത്. അപ്പോൾ യേശുവിനെ പ്രതി ജീവിതം സമർപ്പിച്ച നിരവധിയായിട്ടുള്ള രക്തസാക്ഷികൾ സഭയുടെ ചരിത്രത്തിലുണ്ട്. രക്തം ചിന്തിക്കൊണ്ട്, രക്തം നൽകിക്കൊണ്ട് ഈ രക്തസാക്ഷികളായിട്ട് മരിച്ച ഒരു വലിയ നീണ്ട സമൂഹമുണ്ട്. കാരണം ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് സമയത്തും കൊല്ലപ്പെടാം. അപ്പോൾ ക്രിസ്ത്യാനിയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാവായ ചക്രവർത്തിയുടെ പ്രതിമയുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ കുമ്പിടുകയും ധൂർപ്പണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യവിശ്വാസത്തിൽ നിന്നും മാറിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷപ്പെടുന്നു. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ അതിന് കൂട്ടാക്കിയില്ല. തങ്ങളുടെ നാഥനും കർത്താവുമായ യേശു മിശിഹായിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി തീരാ രക്തസാക്ഷികളായിട്ട് മരിക്കാനായിട്ട് തയ്യാറായിട്ട് ജീവൻ സമർപ്പിച്ച നിരവധി ആളുകൾ ആദിമ സമൂഹത്തിൽ ഉണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 11 വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് ഭയപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ നമ്മെ സഹായിക്കുന്ന, കരുതുന്ന, നമ്മോടുകൂടി ഉള്ള ആ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ടാണ് ഭയരഹിതരായിട്ട് ജീവിതം കൊണ്ടുപോകേണ്ടത്. അന്നത്തെ രക്തസാക്ഷികളും ജീവിതം സമർപ്പിച്ചത് അങ്ങനെയാണ്. ദൈവത്തിലുള്ള പ്രത്യാശ. നടപടി പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഇവിടെ അപ്പസ്തോലന്മാർ പത്രോസും യോഹന്നാനുമൊക്കെ അത്ഭുതങ്ങളും രോഗശാന്തിയൊക്കെ നൽകുന്നത് കാണാനായിട്ട് ഒരാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങളും ഒക്കെ നിരവധിയായിട്ട് പ്രവർത്തിച്ച് ആളുകളെ വിശ്വാസത്തിലേക്ക് വർദ്ധിച്ചു വന്നു. അപ്പം അവിടെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ശിമയോൻ. പത്രോസല്ല, ഇവരൊരു മന്ത്രവാദി. ഇയാൾ ബഹു സാമർത്ഥ്യക്കാരനായിരുന്നു. സാധാരണ ആളുകളൊക്കെ ചിന്തിക്കുന്ന പണം കൊടുത്തു കഴിഞ്ഞാൽ പലതും നടക്കും. പണത്തിൻ്റെ മുകളിൽ പരുന്നും പറക്കയിലും ഒക്കെ പലരും പറയാറുണ്ട്.
അപ്പോൾ ഈ പണം കൊടുത്ത് ദൈവത്തിന്റെ കൃപ വിലയ്ക്ക് വാങ്ങാനായിട്ട് ശ്രമിച്ച ഒരാളാണ് ഈ ശിമിയോൻ മന്ത്രവാദി. അപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരാനും സൗഖ്യം നൽകാനും അടയാളങ്ങൾ പ്രവർത്തിക്കാനും അത്ഭുതം പ്രവർത്തിക്കാനുമുള്ള കഴിവ് എനിക്ക് തന്നാൽ ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം എന്നാണ്. എത്ര പണം വേണമെങ്കിലും തരാം, എനിക്ക് ഈ സിദ്ധികൾ കിട്ടണം. അപ്പോൾ പത്രോസ്ലീഹ പറയുകയാണ്, നീ നിന്റെ പണവും നശിക്കട്ടെന്നാണ്. എന്നാൽ ഇയാൾ വളരെ വിരുദ്ധനായിരുന്നു. ഇയാൾ തലകുനിച്ച് ആദരോടുകൂടി പത്രോസിന്റെ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ അരിഷ്ടങ്ങളൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വിനയത്തോടുകൂടി അളവ് മാറ്റിക്കൊണ്ട് പറഞ്ഞ വാക്കുകളെ പറ്റി അനുതാപത്തോടു കൂടി ആയിരിക്കാം അയാൾ പറഞ്ഞു, ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ, ഈ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നീട് അതേപ്പറ്റി ബാക്കി വിവരങ്ങൾ നമുക്കറിയത്തില്ല. ഏതായാലും വിനയത്തോടു കൂടി ആ പ്രാർത്ഥിച്ചെങ്കിൽ അയാളെ രക്ഷപ്പെട്ട് കാണണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിരുന്നു. ഈ മനുഷ്യന് എപ്പോഴും ആവശ്യമുള്ളത് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. സന്തോഷമായിട്ടിരിക്കുക, ബി ഹാപ്പി. മനുഷ്യന്റെ മുഖത്ത് ഏറ്റവും പ്രസന്നത വരുന്നത് ചിരിക്കുമ്പോഴാണ്. ഈ മാനസിക രോഗികൾ ചിരിക്കാറില്ല. ചിരിക്കാൻ കഴിഞ്ഞാൽ അവരുടെ രോഗം കുറയുന്നതാണ്. ചിരി തെറാപ്പി എന്നും പറഞ്ഞൊരു തെറാപ്പി തന്നെയുണ്ട്. ചിലരിങ്ങനെ ഉറക്കയച്ച് ഒന്നിച്ചു കൂടിയിട്ട് ടെൻഷൻ കളയാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു കൂടി ചിരിക്കുകയും ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. ചിരി ടെൻഷൻ കളയുന്ന ഒന്നാണ്. അത് വെറുതെ ഇങ്ങനെ ഹഹാന്ന് വെച്ചുകൊണ്ട് കിട്ടണമെന്നില്ല. അത് ദൈവസന്നിധിയിൽ നിർമ്മല ഹൃദയത്തോടുകൂടി വ്യാപരിക്കുന്നവർക്ക് കിട്ടുന്നതാണ്. യഥാർത്ഥമായിട്ടുള്ള ഈ ആത്മീയമായ ചൈതന്യമാണ് സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത്. നിങ്ങൾ യേശുവിൽ സന്തോഷിക്കാനാണ് വചനത്തിൽ പറയുന്നത്. നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യുമെന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകുമെന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. എന്നൊരു ഉദാഹരണം പറയുന്നുണ്ട് ഈശോ. ഗർഭിണിക്ക് പ്രസവവേദന അനുഭവപ്പെടുമ്പോൾ അവൾ നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നു. എന്നാൽ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ പിന്നെ ആ വേദന ഓർമ്മിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ആ വേദനയെല്ലാം മറക്കും. അപ്പൊ അവരുടെ ദുഃഖം സന്തോഷമായിട്ട് തീരും. കാരണം ഈ ഭൂമിയിലേക്ക് ദൈവചൈതന്യമുള്ള ഒരു കുട്ടി ജനിച്ചല്ലോ, തനിക്കൊരു കുട്ടിയെ ലോകത്തിന് നൽകാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ചിന്തയിൽ ദൈവത്തിന്റെ ചായയും സാദൃശ്യമായ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ ദുഃഖമെല്ലാം മാറി സന്തോഷമായിട്ട് മാറും. അതിന് വിപരീതമായിട്ട് ചുരുക്കം ചില കേസൊക്കെ ഉണ്ട്. കുഞ്ഞിനെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന ചുരുക്കം ചില സ്ത്രീത്വത്തിന് അവമാനം ഉണ്ടാക്കുന്ന ചില കേസൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന സെന്റ് ജോർജ്, വിശുദ്ധ ഗീവർഗീസ് അഗതാന്ന, ഈ കുടിയേറ്റക്കാരി കൊണ്ട് കുടിയേറി കഴിഞ്ഞപ്പോൾ വിപരീത സാഹചര്യങ്ങളില് പ്രകൃതിയുമായിട്ട് മല്ലിട്ടുകൊണ്ടാണ് ജീവിതം കൊണ്ടുപോകേണ്ടിയിരുന്നത്. ഒന്ന് മാരകമായ രോഗങ്ങള്, അതിന് നമ്മൾ മാധ്യസ്ഥം പ്രാർത്ഥിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് അഗതായോടാണ്. രണ്ടുപേരും പട്ടാളക്കാരായ വിശുദ്ധരാണ്. വിശുദ്ധ ഈ രണ്ടുപേരും, ഈ വർഗീസും സെബസ്ത്യാനോസും ഒക്കെ ഒരു രണ്ടും വിശുദ്ധരാണ്. അപ്പോൾ ഈ മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് ആശ്വാസം ലഭിക്കാൻ സർപ്പത്തിന്റെ ദംശനം, പല ദംശനങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. പാമ്പുകടി മാത്രമല്ല, സർപ്പദംശനം എന്ന് പറയുന്നു. പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നധികം പാമ്പ് കടിച്ച ആളുകൾ അധികം മരിക്കുന്നില്ല, ആന്റിബയോട്ടിക്കൊക്കെ ഉള്ളത് കൊണ്ട്. ഇന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ പട്ടിക്കൂട്ടങ്ങൾ, അലിഞ്ഞു നടക്കുന്ന നായ്ക്കൂട്ടങ്ങൾ കുട്ടികളെയും മനുഷ്യരെയും ഒക്കെ കടിക്കുന്നു. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സുബോധമാണ്, ബുദ്ധിശക്തിയാണ്. എങ്കിലും നമ്മുടെയൊക്കെ നാട്ടിൽ ബുദ്ധിശക്തി ഇല്ലാത്തവരെ പോലെ പെരുമാറുന്ന ആളുകളുണ്ട്.
കാരണം നിയമങ്ങൾ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. കാരണം എല്ലായിടത്തും ലൈസൻസ് വേണം. ഇങ്ങനെയുള്ളവരെ പശുവിനെ വളർത്തണമെങ്കിൽ നമ്മൾ വഴിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് പശുവിനെയും കാളയൊന്നും വളർത്താനില്ല. ഉണ്ടോ? ഇല്ല. നായ്ക്കൂട്ടം ഉണ്ടെങ്കിൽ അതിന് പെറ്റൊക്കെ വെച്ചിട്ട് ലൈസൻസ് എടുത്തിട്ട് വീട്ടിൽ വളർത്തണം. സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ കടിക്കുകയും അടുത്ത കാലത്ത് അതിനെതിരെ പ്രതിരോധ വാക്സിൻ എടുത്തിട്ട് പേയിളകി മരിച്ചുപോയ കുട്ടികളുടെ എണ്ണം കുറേയുണ്ട്. എന്തുകൊണ്ടാണ്? ഭരണാധികാരികൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. കാരണം ഭരണാധികാരികൾ പല തലത്തിലുള്ള ഭരണാധികാരികൾ, പഞ്ചായത്തിനാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നു. ഇത് പഞ്ചായത്തിന് മാത്രമല്ല, എല്ലാ ഭരണം വഹിക്കുന്നവർക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഇവിടുത്തെ പൗരന്മാർ, അവരുടെ മക്കള് ഇങ്ങനെയുള്ള ഈ പേപ്പട്ടിയുടെ കടിയേറ്റ് പേയിളകി മരിക്കുന്ന സംഭവം. എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തിട്ടും ഈ കുട്ടികൾ മരിക്കുന്നത്? പാർക്കാണ് സെക്യൂരിറ്റി നമ്മളിതിനെ അടയ്ക്കാൻ ഇവിടെ 3-4 പട്ടി കൂട്ടങ്ങളുണ്ട്. വഴിയിലേക്ക് വരുന്നവരെ ആരെങ്കിലും അല്ലെ വഴിയെ പോകുന്നവരെ കടിച്ചു കഴിഞ്ഞാൽ ഏത് അങ്ങാടി ചെന്നാലും പട്ടിക്കൂട്ടങ്ങളുണ്ട്. നമ്മളിൽ ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ പണ്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഉറപ്പ് പോയി. വാക്സിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇത് കടിച്ചു കഴിഞ്ഞാലും മരണം ചിലർക്കെല്ലാം പണിവാദിക്കലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ മാനുഷികമായിട്ട് ഒഴിവാക്കാവുന്നത് ഒഴിവാക്കണം. ഇങ്ങനെ അലയാനായിട്ട് വിടാൻ പാടില്ല. രണ്ടാമതായിട്ട് വന്യമൃഗങ്ങൾ അന്നും നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. വന്യമൃഗങ്ങൾ അധികമായി കഴിഞ്ഞാൽ കാട്ടിലതിന് കുടിക്കാനായിട്ട് വെള്ളവും ആകാരമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഇറങ്ങും. അങ്ങനെയാണ് എത്ര ആളുകളാണ് വന്യമൃഗങ്ങളാൽ നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെടുന്നത്. കുടിയേറ്റത്തിന്റെ കാലത്തൊന്നും അധികം പേരൊന്നും കൊല്ലപ്പെട്ടിരുന്നില്ല. ഇന്ന് കൊല്ലപ്പെടുകയാണ്. കാരണം ഇതൊക്കെ ഒത്തിരി വർദ്ധിച്ചു. ആളുകൾ കുറച്ച് ബഹളം ഉണ്ടാക്കും, ഒരു 10 ലക്ഷമൊക്കെ കൊടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ അങ്ങ് മറന്നു പോകും. അത് തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അവിടെയും ശ്രദ്ധിക്കേണ്ടത് ഭരണം കൈയാളുന്നവരാണ്. ആവശ്യമായിട്ടുള്ള സംരക്ഷണം പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഭരിക്കുന്നവരുടെ ചുമതലയും അവകാശവും കടമയുമാണ്. അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ കുടിയേറ്റത്തിന്റെ കാലത്ത് ഇങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന നാളുകളിൽ നമ്മൾ ഈ സെബസ്ത്യാനോസിന്റെ ഗിയോസിന്റെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ദൈവകൃപയും വഴി പല ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വന്യമൃഗങ്ങളുടെയും പാമ്പിന്റെയും ഒക്കെ കടികളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷ നേടിയതൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തെ നമ്മൾ അനുസ്മരിക്കാൻ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഗീവർഗീസിന്റെ മാധ്യസ്ഥം തീർച്ചയായിട്ടും ദൈവകൃപയിൽ അനുഗ്രഹീതമാണ്. നമ്മൾ ഓർമ്മിച്ചു വയ്ക്കുക. ഈ മർത്തീരിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തസാക്ഷി, സാക്ഷ്യം വഹിക്കുകയാണ് മർത്തീരിയോൺ. അപ്പോൾ നമ്മൾ യേശുവിന് സാക്ഷികളാകേണ്ടവരാണ്. യേശുവിൻ്റെ സാക്ഷ്യം. കുട്ടികളൊക്കെ വേദപാഠം പഠിക്കുന്നുണ്ട്. യേശുവിൻ്റെ സാക്ഷികളാണ് കുട്ടികളെല്ലാവരും. അങ്ങനെ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് മതബോധനം, വിശ്വാസ പരിശീലനം നേടുന്നത്. തങ്ങളുടെ ജീവിതം വഴിയായിട്ടും വചനങ്ങൾ വഴിയായിട്ടും മരണം വരെയും യേശുവിന് സാക്ഷികളായിട്ട് ജീവിതം കൊടുക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അതാണ് മർത്തീരിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം വഹിക്കുക. രക്തം ചിന്തുന്ന ആളുകൾ അവരാണ് മാർട്ടയ രക്തസാക്ഷി. ആ ലിസ്റ്റിൽപ്പെട്ടവരാണ് ഗീവർഗീസ് അഗതായും സെബസ്ത്യാനോസും ഒക്കെ. കാരണം അവര് കർത്താവായ യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കാനും യേശുവിനെ തള്ളിപ്പറയാൻ കൂട്ടാക്കാതെ ജീവിതം കൊടുക്കേണ്ട ഒരു വിശ്വാസമാണ് യേശുവുള്ളതെന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ആത്മീയ നിറവിൽ മരിച്ചുപോയവരാണ്, തങ്ങളുടെ ജീവൻ കൊടുത്തവരാണ് ഇങ്ങനെയുള്ള രക്തസാക്ഷികളായിട്ടുള്ള വിശുദ്ധര്. അവരുടെ പ്രതീകങ്ങളാണ്, അവരുടെ പ്രധാനികളാണ് നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് അഗതാ. ഗീവർഗീസ് അഗതായി നമ്മൾ സാധാരണ വിശുദ്ധരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗീവർഗീസ് അഗതാ ഇച്ചിരി ഗ്രേഡ് കൂടിയാണ്. കാരണം കയ്യിലൊരു കുന്തമുണ്ട്, വേറെ വടിയാണ് പലപ്പോഴും വടി. ഇപ്പം കുന്തമുണ്ട് കയ്യിൽ. പിന്നെ പുണ്യാളിനിരിക്കുന്ന കുതിര പുറത്താണ്. അതിൻ്റെ താഴെ ഒരു സർപ്പമുണ്ട്. അപ്പം സർപ്പത്തെ കുന്തം കൊണ്ട് കുത്തുന്നു. കുതിരപ്പുറത്തിരിക്കുന്നു പടയാളിയായിട്ട്.
ഈ സർപ്പം സൂചിപ്പിക്കുന്നത് പിശാചിനെയാണ്, തിന്മയാണ്, അന്ധകാര ശക്തികളെയാണ്. അപ്പോൾ തിന്മയ്ക്കും അന്ധകാര ശക്തികൾക്കും എതിരെ യുദ്ധം ചെയ്ത് വിജയം പ്രാപിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ. ആ സഹദായുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ തിന്മയ്ക്കെതിരെ, അന്ധകാര ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്ത വിശുദ്ധൻ, പിശാചിനെതിരെ, പൈശാചിക ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്ത് വിജയിച്ച വിശുദ്ധനാണ്. ഈ ലോകത്ത് നന്മയും തിന്മയും ഉണ്ട്. നന്മയ്ക്കു വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. ഇന്നത്തെ വചനങ്ങളുടെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവസാനം വരെ പിടിച്ചു നിൽക്കണം. ഒരു കപ്പൽ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു പലക കിട്ടിയ ഒരാൾക്ക് നീന്താനെന്ന് വിചാരിക്കുക. അപ്പൊ പലകയിൽ നിന്ന് മുങ്ങിത്താഴാതെ അതിൽ പിടിച്ച് അവസാനം വരെ നിൽക്കുന്ന ആളാണ് രക്ഷപ്പെടുക. പണ്ടൊരു നമ്മുടെ രൂപത്തിൽ ഒരു അച്ഛൻ കുളിക്കാൻ പോയി. അച്ഛനാണോ ഡീക്കനാണോ അറിയത്തില്ല. അപ്പൊ കടലില് ഒഴുക്കൊക്കെ തട്ടിക്കൊണ്ടുപോയി. വേറെ കുട്ടികളെല്ലാം കണ്ടു. സെമിനാരി പഠിത്തം കുറെ കഴിഞ്ഞ ആളാണ്. ദൈവശാസ്ത്രമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒപ്പം കുറഞ്ഞ ഒരച്ഛന്, പിന്നീട് അച്ഛനാകുന്നത്. അപ്പോൾ കാലെല്ലാം പച്ചപ്പിനോട് പറഞ്ഞത് കാലെല്ലാം മരവിച്ചു. വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി ഒരു പഴയ ഏതാണ്ട് കിട്ടി. അങ്ങനെ പിടിച്ച് കടലിൻ്റെ കുറേ അകലങ്ങളിലേക്ക് പോയി. ഏതായാലും പിന്നെ വള്ളക്കാര് ചെന്ന് രക്ഷപ്പെടുത്തി. അപ്പോൾ കാലൊക്കെ തണുത്ത് മരവിച്ചിരുന്നു. തുഴയാനും പൊങ്ങിക്കിടക്കാനൊന്നും പറ്റില്ല. ഏതായാലും പിന്നീട് പൗരോഹിത്യം സ്വീകരിച്ച് നമ്മുടെ ഏരിയയിലൊക്കെ അച്ഛനുണ്ടായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ശുശ്രൂഷ. ഓസ്ട്രേലിയ ആദ്യത്തെ കുടിയേറ്റക്കാർക്കുള്ള പള്ളി നിർമ്മിച്ചത് അച്ഛനായിരുന്നു. അച്ഛനെ ഇപ്പം നിലിക്കാൻ പോയി ഇടവയിലാണ് വീട്ടുകാരുള്ളത്. അച്ഛനെ ഇപ്പം ഓസ്ട്രേലിയയിൽ മിഷണറി ആയി, അല്ല അവിടെ ദീപജനത്തിന് വേണ്ടി നമ്മുടെ കുടിയേറ്റക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അച്ഛനാണ് ഇപ്പോൾ. പുതിയ മാർപ്പാപ്പായി നമുക്ക് ലഭിച്ചിരിക്കുക. ഈ ലയോ 14 മാർപ്പാപ്പ. ലയോ എന്ന് പറയുന്ന ലത്തിവാക്കിന്റെ അർത്ഥം സിംഹമാണ്. സിംഹത്തെ പോലെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മാർപ്പാപ്പായാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ മാർപ്പാപ്പ പണ്ടൊരു ലയോ 13 മാർപ്പാപ്പ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. ആ മാർപ്പാപ്പയാണ് റേരിനോവാരും എന്ന അപ്പസ്തോലിക ലേഖനം തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങളെ പറ്റി ചാക്രിക ലേഖനം എഴുതിയ മാർപ്പാപ്പായ. ഏറ്റവും കൂടുതൽ കാലം സഭയുടെ മാർപ്പാപ്പായിട്ട് ഇരുന്നവരിൽ ഒരാളാണ് ലയോ 13. അപ്പോൾ ഇപ്പോഴത്തെ മാർപ്പാപ്പായ പേര് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കർദിനാളായിരുന്നപ്പോഴുള്ള പേരാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് OSA. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ ആളാണ്. കേരളത്തിൽ പണ്ട് വന്നിട്ടുള്ള അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ ജനറലായിരുന്നപ്പോൾ വന്ന ഫോട്ടോ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. കേരളത്തിൽ എറണാകുളത്തൊക്കെ വന്നിട്ടുള്ള ആളാണ് വർഷങ്ങൾക്ക് മുമ്പ്. രാജ്യം അമേരിക്കയാണ്. അമേരിക്കൻ പൗരത്വമുണ്ട്. ചിക്കാഗോയിലാണ് ജനിച്ചത്. ഇപ്പോൾ 69 വയസ്സ് പ്രായമുണ്ട്. 2023 കർദിനാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗം കൂടുതലും പെറു എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തായിരുന്നു. അവിടെ ബിഷപ്പായിട്ട് പ്രവർത്തിച്ചു. പിന്നീട് 23 കർദിനാളായി. ഇപ്പം അദ്ദേഹം മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഡിക്കാസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷൻ ഉണ്ട്. അതിൻ്റെ പ്രീഫെക്റ്റാണ്. ഇപ്പം മെത്രാന്മാരോ പുതിയതായിട്ട് രൂപതകളിൽ വരുന്ന മെത്രാന്മാർ തിരഞ്ഞെടുക്കുകയുടെ കാര്യങ്ങളൊക്കെ മാർപ്പാപ്പായാണ് അവസാനം അംഗീകരിക്കേണ്ടത്. ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന കർദിനാളായിരുന്നു. ഈ അവസരത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പൗരത്വം പ്രധാനമായിട്ടും USA അമേരിക്കയാണ്. അമേരിക്കയിലുള്ള ആദ്യത്തെ മാർപ്പാപ്പായാണ് ഇപ്പോഴത്തെ ലയോ 14 മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് രക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറയുകയുണ്ട്, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് രക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനാണ്.
ജോൺ ബൊണ്ണ മാർപ്പാപ്പ പറയുകയുണ്ടായി, എക്കാലത്തുള്ള വിശ്വാസികൾ രക്തസാക്ഷികളായി മരിച്ചതും മരിച്ചുകൊണ്ടിരിക്കുന്നതും തങ്ങളുടെ നാഥനും കർത്താവുമായ യേശു മിശിഹായിലുള്ള വിശ്വാസം മൂലമാണ്. തങ്ങൾക്ക് യേശുവിന് വേണ്ടി ആ അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് യേശുവിന് വേണ്ടി മരിക്കാനായിട്ട് നിരവധി ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇക്കാലത്തൊക്കെ സന്നദ്ധരാകുന്നെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മൾ തിരുനാൾ ആചരിക്കുകയാണ് വിശുദ്ധ ഗീവർഗീസ് അഗതായിയുടെ. അദ്ദേഹം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്ന നമ്മുടെ ജീവിതം യേശുവിന്റെ സാക്ഷികളായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. യേശുവിന്റെ സാക്ഷ്യം വഹിക്കൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലാണ്. സന്തോഷവും കൂട്ടായ്മയുള്ള കുടുംബങ്ങൾ രൂപവൽക്കരിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹവും കൂട്ടായ്മയും ഉള്ളപ്പോൾ, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ, സഭയുടെ കൽപ്പനകളും പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, അങ്ങനെ സന്തോഷത്തോടും കുടുംബത്തിലുള്ള സ്നേഹത്തോടും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതാണ് യേശുവിന് സാക്ഷിയാവുക എന്ന് പറയുന്നത്. അപ്പോൾ ആ കുടുംബം തന്നെ സാക്ഷ്യമാണ്. അതുപോലെ മക്കളും മാതാപിതാക്കളും സാക്ഷികളാണ്. അവർ പലതരം സ്നേഹിക്കുന്നവരും തമാശ പറയുന്നവരും പുഞ്ചിരിക്കുന്നവരും എപ്പോഴും കുറ്റപ്പെടുത്താതെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തി കാണിക്കുന്നവരും മക്കളെ സ്നേഹിക്കുന്നവരും ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ യേശുവിന് സാക്ഷികളാവുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.